നമസ്തേ. പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാനിൽ കയറി ബോംബാക്രമണം നടത്തി, എയർ സ്ട്രൈക്ക് നടത്തി എന്നൊരു വാർത്ത ഇംഗ്ലീഷ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. അതായത് അഫ്ഗാനിസ്ഥാനിലെ താലിബാൻകാർ, അതായത് പാകിസ്ഥാനിൽ പ്രവർത്തിക്കുന്ന പാകിസ്ഥാനി താലിബാൻകാർ അഫ്ഗാനിസ്ഥാൻ്റെ അതിർത്തി പ്രദേശങ്ങളിൽ തമ്പടിച്ചിട്ട് പാകിസ്ഥാൻ്റെ അതിർത്തി പോസ്റ്റുകളിലേക്ക്, മിലിറ്ററി പോസ്റ്റുകളിലേക്കൊക്കെ ആക്രമണം നടത്തുന്നു. അങ്ങനെ പാകിസ്ഥാനിൽ കയറി ആക്രമണം നടത്തിയാൽ ഞങ്ങൾ തിരിച്ചടിക്കും, ആരാണ് ഏത് രാജ്യക്കാരാണെന്നൊന്നും ഞങ്ങൾ നോക്കില്ല എന്നാണ് പ്രസിഡന്റ് സർദാരി ഏതാനും ദിവസം മുമ്പ് പ്രഖ്യാപിച്ചിരുന്നത്. അതിൻ്റെ ഫലമായി ഇന്നലെയാണ്, തിങ്കളാഴ്ചയാണ് ആക്രമണം. അതിനെ തുടർന്ന് ഇന്നലെയാണ് പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാനിൽ ബോംബിട്ടത്. ഇതിനെതിരെ താലിബാൻകാർ വളരെ രൂക്ഷമായി പ്രതികരിച്ചിട്ടുണ്ട്. ഇതിന് പ്രതികാരം ചെയ്യും എന്നുള്ള നിലയിൽ ഈ താലിബാൻകാർ, അഫ്ഗാൻ താലിബാൻകാർ സകല സഹായങ്ങളും ചെയ്ത് സപ്പോർട്ട് ചെയ്തിരുന്ന ഒരു രാജ്യമാണ് പാകിസ്ഥാൻ. എന്ന് മാത്രമല്ല, ഇന്ത്യയിലേക്ക് ഭീകരന്മാരെ കടത്തിവിട്ട് ഇവിടെ ഒരു ബോംബ് സ്ഫോടനങ്ങളും മറ്റ് പ്രശ്നങ്ങളും ഉണ്ടാക്കിച്ചുകൊണ്ടിരുന്ന ആൾക്കാരുമാണ് പാകിസ്ഥാൻകാർ. അത് പാകിസ്ഥാന് ഒരു ഭീകരവാദ രാഷ്ട്രമായി പ്രഖ്യാപിക്കണമെന്നുള്ളതായിരുന്നു ഇന്ത്യയുടെ ആവശ്യം. ഭീകരവാദത്തിൻ്റെ കയറ്റുമതിക്കാരാണ് പാകിസ്ഥാനികൾ എന്ന് ഇന്ത്യ ലോകത്തോട് പറഞ്ഞിട്ടുണ്ട്. ആ ആൾക്കാരാണ് അവരുടെ ഭീകരവാദ പ്രവർത്തനങ്ങൾ, അവരുടെ മണ്ണിൽ നിന്നുകൊണ്ട് ഭാരതത്തിൽ നടത്തുന്ന ഭീകരവാദ പ്രവർത്തനങ്ങൾക്ക് തിരിച്ചടിയായി ഇന്ത്യൻ സേന പാകിസ്ഥാനിൽ ബോംബാക്രമണം നടത്തിയിട്ടുണ്ട്. അതും നമുക്കറിയാം. ഇപ്പം അവർ ചെയ്ത കൃത്യങ്ങൾ ഇപ്പം അവർക്കെതിരെ താലിബാൻകാർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു കാലത്തിൻ്റെ തിരിച്ചടി എന്ന് വേണം നാം മനസ്സിലാക്കാൻ. പാകിസ്ഥാൻകാർ ഇത് മനസ്സിലാക്കുമോ എന്ന് നമുക്കറിയില്ല. പാകിസ്ഥാൻകാർ ഇനിയും ഇന്ത്യയിൽ അലസണ്ടയുണ്ടാക്കാൻ, ഇന്ത്യയിൽ കുഴപ്പങ്ങൾ സൃഷ്ടിക്കാൻ ഭീകരന്മാരെ ട്രെയിൻ ചെയ്ത് ഇങ്ങോട്ട് വിടുമോ? അങ്ങനെ വിടുകയാണെങ്കിൽ അവർക്ക് പാകിസ്ഥാനിൽ അഫ്ഗാനിസ്ഥാനിൽ പോയി ആക്രമണം നടത്തേണ്ട യാതൊരു അവകാശവുമില്ല. അവർ ചെയ്യുന്ന പ്രവൃത്തി തന്നെയാണ് താലിബാൻകാരും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ രണ്ട് കൂട്ടരും ഒരേ മതക്കാരാണെന്ന് പറഞ്ഞിട്ട് എന്താ വിശേഷം? ലോകം മുഴുവൻ ഇസ്ലാം ഭരണം സ്ഥാപിക്കാനായിട്ട് നടക്കുന്നവരല്ലേ ഇസ്ലാമിക തീവ്രവാദികൾ. എന്നിട്ട് അങ്ങനെ സ്ഥാപിച്ചാൽ എന്താണൊരു ഗുണം? എല്ലാവരും ഐക്യത്തോടു കൂടി കഴിയൂ. മുസ്ലിം രാജ്യങ്ങളെല്ലാം അഫ്ഗാനിസ്ഥാനും എന്നാൽ ഇറാനും കൂടെ ചേർന്ന് ഒന്നായിട്ട് നിൽക്കുമോ? ഒന്നുമില്ല. അവരവരുടെ ദേശമാണ് വലുത്. ദേശത്തുണ്ടെങ്കിൽ ദേശത്ത് താമസിച്ചുകൊണ്ടല്ലേ മതാചരണം പോലും നടക്കുകയുള്ളൂ. മതത്തേക്കാൾ വലുതാണ് രാജ്യം എന്നുള്ളത് ഇന്ത്യയിൽ ഉള്ള ആൾക്കാരും ന്യൂനപക്ഷങ്ങളും മനസ്സിലാക്കണം. മതത്തേക്കാൾ വലുതാണ് രാജ്യം, അവനവൻ്റെ രാജ്യം. അതാണ് അഫ്ഗാനിസ്ഥാനിൽ ആക്രമണം നടത്തിയതിലൂടെ പാകിസ്ഥാൻ തെളിയിച്ചിരിക്കുന്നത്. അതാണ് അഫ്ഗാനിസ്ഥാനും ഇറാനും പാകിസ്ഥാനും കൂടെ ഒരുമിച്ച് ഒരു രാജ്യമായിട്ട് ഐക്യത്തോടെ നിൽക്കാൻ പറ്റാത്തത്. അതാണ് ഇറാഖും ഇറാനും അതുപോലെ തന്നെ കുവൈറ്റും എല്ലാം വ്യത്യസ്ത രാജ്യങ്ങളായി പോകുന്നതാണ്. എല്ലാ മതങ്ങളും ഒന്ന് തന്നെ. ഇറാനിൽ പക്ഷേ ഷിയാകളാണെന്നുള്ള ഒരു വ്യത്യാസമുണ്ട്. സുന്നികളും ഷിയാകളും തമ്മിൽ അടിയാണ്. മുസ്ലിമാണെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല. അപ്പം എന്തുവായാലും ഈ ഒരു കാര്യം, ഒരു വലിയ സത്യം ഇതിൽ നിന്ന് തെളിഞ്ഞു വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മതത്തേക്കാൾ വലുതാണ് അവനവൻ്റെ രാജ്യം. വളർന്ന് നിലനിൽക്കുന്ന രാജ്യം എന്ന് പറഞ്ഞാൽ മതത്തേക്കാൾ വലുതാണ്. അതുകൊണ്ട് എല്ലാവരും മതത്തേക്കാൾ വലുതായിട്ട് അവനെൻ്റെ ജന്മദേശത്തെ, സ്വന്തം രാജ്യത്തെ സ്നേഹിക്കണം. അതാണ് ഇതിനകത്തുനിന്ന് നാം മനസ്സിലാക്കേണ്ടത്. അതാണ് ഈ സംഭവം നൽകുന്ന സന്ദേശവും. നന്ദി, നമസ്കാരം.